പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാമുള്ള മറുപടിയാണല്ലോ KGM-CTയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസ് ഹസൻ നൽകിയിരിക്കുന്നത്. പ്രതീഷ്, അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ ഈ കണ്ടെത്തി എന്ന് പറയുന്ന പെട്ടിയിൽ ഉണ്ടായിരുന്നത് മോസിലോസ്കോപ്പ് അല്ല, അത് നെഫ്രോസ്കോപ്പ് എന്നുള്ള ഉപകരണമാണ്, നന്നാക്കാൻ അയച്ചതാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വിശദീകരണം ഈ വിഷയത്തിൽ എന്താണ്? അനുജ, ഏകദേശം 1 മണിക്കൂറോളം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പളും നടത്തിയ വാദങ്ങൾ, അല്ലെങ്കിൽ ആ വാർത്താ സമ്മേളനത്തെ ഒന്നടങ്കം ഒരു പാരഗ്രാഫ് കൊണ്ട് തള്ളുകയാണ് ഡോക്ടർ ഹാരിസ് ഹസൻ. സഹപ്രവർത്തകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൃത്യമായ മറുപടി അദ്ദേഹം നൽകുന്നുണ്ട്. അതായത് ഈ പരിശോധനയിൽ അവിടെ കണ്ടെത്തിയത് ഈ മോസിലോസ്കോപ്പ് അല്ല, നെഫ്രോസ്കോപ്പ് എന്നതാണ്. അതിന് ഒരു കഥ കൂടിയുണ്ട്. കാരണം ഈ കണ്ടം ചെയ്യാറായ നെഫ്രോസ്കോപ്പുകൾ വീണ്ടും ഉപയോഗിക്കുന്നതിനായി കമ്പനികൾക്ക്, ഈ സർവീസ് ചെയ്യാൻ കമ്പനികൾക്ക് അയക്കാറുണ്ട്. അങ്ങനെ ഈ കണ്ടം ചെയ്യാൻ തീരുമാനിച്ച നെഫ്രോസ്കോപ്പുകൾ എറണാകുളത്തെ ഒരു കമ്പനിയിൽ അയക്കുന്നു. ഇത് ശരിയാക്കി കിട്ടാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഓരോ സ്കോപ്പിനും 2 ലക്ഷം രൂപ വരെ വിലയുണ്ട് എന്ന് കമ്പനി മറുപടി നൽകിയപ്പോൾ അത് വേണ്ട, അത്രയും പണം നൽകാൻ ഡിപ്പാർട്ട്മെന്റ് കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തിരിച്ചയക്കാൻ പറഞ്ഞപ്പോൾ അത് കൊറിയർ വഴി അയച്ചതാണ്. ആ ഉപകരണമാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നടത്തിയ പരിശോധനയിൽ ആ പെട്ടിയിൽ കണ്ടിട്ടുള്ളത്. ഇതിൽ വന്ന പാക്ക് ചെയ്ത കവറിലായിരിക്കും അത്തരത്തിൽ സംശയം തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുള്ളത്. മറിച്ച് അത്തരത്തിൽ അവർ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒരു അടിസ്ഥാനവും ഇല്ല എന്നതാണ് ഡോക്ടർ ഹാരിസ് ഹസൻ പ്രധാനമായും വിശദീകരിക്കുന്നത്. ഒപ്പം ഈ CCTV കണ്ടു എന്ന് പറയുന്ന കാര്യത്തിലും കൃത്യമായൊരു മറുപടി അദ്ദേഹം നൽകുന്നുണ്ട്. ഈ തൻ്റെ HODയുടെ റൂം എന്ന് പറയുന്നത് ഈ ഒരു ഓഫീസ് മുറി കൂടിയാണ്. ആ ഓഫീസ് മുറിയിൽ തനിക്ക് പുറമെ PG ഡോക്ടർമാരും മറ്റ് വിദ്യാർത്ഥികളും കയറാറുണ്ട്. ഈ റിസർവ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഇടം കൂടിയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ അത്തരത്തിൽ ഉപകരണങ്ങളുടെ ആവശ്യകത വന്നാൽ PG ഡോക്ടർമാരോ വിദ്യാർത്ഥികളോ അവിടെ കയറുകയും ആ ഉപകരണങ്ങൾ എടുക്കുകയും ചെയ്യും. തുടർന്ന് അവിടെ തന്നെ തിരിച്ചു കൊണ്ട് വയ്ക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഈ പ്രിന്റ് എടുക്കുന്നതിന് ആവശ്യമായ പേപ്പറുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ആ മുറിയിലാണ്. അതിനുവേണ്ടിയും ഈ ജൂനിയർ ഡോക്ടർമാരോ PG ഡോക്ടർമാരോ ഒക്കെ തന്നെ എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ അത് രാത്രിയോ പകലോ ആവാം. അതിൽ രഹസ്യ സ്വഭാവമില്ല. അതിൽ അത്തരത്തിൽ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ, ഈ പറയുന്ന സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ ഒന്നും തന്നെ ഇല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹാരിസ് ഡോക്ടറെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിലുള്ള എല്ലാ വാദങ്ങൾക്കും അദ്ദേഹം കൃത്യമായി മറുപടി നൽകുന്നുണ്ട്. ഇനി ഇതിൽ ആരോഗ്യവകുപ്പ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. കാരണം ഈ വാർത്താ സമ്മേളനത്തിലുടനീളം ഒരു പ്രത്യേക പോയിന്റിലേക്ക് അവരുടെ വാദങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒപ്പം വാർത്താ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ ഈ മറ്റൊരു തലത്തിൽ നിന്ന് ഈ ഡോക്ടർമാരെ നിയന്ത്രിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണുന്നു. കാരണം തുടർച്ചയായി ഈ വാർത്താ സമ്മേളനം നടത്തുന്ന മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും കോളുകൾ വരുന്നു. ആ കോളുകൾക്കനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. ആ റിപ്പോർട്ട് വായിക്കാൻ പൂർണ്ണമായി വായിക്കൂ എന്ന് പറയുന്ന, അങ്ങനെ നിർദ്ദേശം വരുന്ന തരത്തിലേക്കാണ് പിന്നീട് അവരുടെ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പോൾ ബാഹ്യ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിലേക്ക് കൂടി സംശയം വരുന്ന രീതിയിലാണത്. മറ്റൊന്ന്, ഈ കാര്യത്തിൽ അദ്ദേഹം ഒരു സിസ്റ്റം ഫെയിലിയർ ഇവിടെ ഉണ്ട് എന്ന് തുടക്കത്തിൽ ഉന്നയിച്ചിരുന്നു. അത് ശരിയെന്ന് കണ്ടെത്തുന്ന ഒരു റിപ്പോർട്ടുണ്ട്. പക്ഷേ അതേക്കുറിച്ചൊന്നും പറയാതെ ഈ ഉപകരണം കാണാതായതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയുള്ളൊരു വാർത്താ സമ്മേളനം ഇന്ന് ഈ 2 പേർ കൂടി വിളിച്ചു എന്നുള്ളിടത്തും ഒരു സംശയം ഉയരുന്നില്ലേ പ്രതീഷ്? അനുജ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഹാരിസ് ഹസൻ പ്രധാനമായും അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിച്ചത് ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളാണ്. അതായത് അവിടെ ഉപകരണങ്ങളില്ല, ഉപകരണങ്ങളുടെ പേരിൽ ശസ്ത്രക്രിയ മുടങ്ങുന്നു, HDSന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രശ്നങ്ങളുണ്ട്, HDSൽ നിന്ന് കൃത്യമായി ഈ ഒരു ആവശ്യമായി ചെന്നാൽ അത് നടക്കുന്നില്ല എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ് ഹാരിസ് ഹസൻ ഉന്നയിച്ചത്. അതേ ആവശ്യങ്ങൾ ഇപ്പോഴും അതേപടി നിൽക്കുമ്പോൾ ആ വിഷയങ്ങളിൽ നിന്നൊക്കെ തന്നെ മാറി വ്യക്തി കേന്ദ്രീകൃതമായ ആരോപണങ്ങൾ ഉണ്ടാകും. ഒപ്പം ശസ്ത്രക്രിയ ഉപകരണങ്ങളിലേക്ക് നേരത്തെ 1 വർഷം മുമ്പ് ഉൾപ്പെടെ ഉയർന്ന ചില ആരോപണങ്ങളാണ് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട്. അതിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ്. കാരണം നേരത്തെ ഉന്നയിച്ച വിഷയങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല. HDSന് കൂടുതൽ സാമ്പത്തിക അധികാരം നൽകണമെന്നും ഇതിൻ്റെ നൂലാമാലകൾ ലഘൂകരിക്കണമെന്നും ഉൾപ്പെടെ വിദഗ്ധ സമിതി റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ജനങ്ങളെ ബാധിക്കുന്ന ആ പ്രശ്നങ്ങൾ ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പോഴാണ് മറ്റ് പ്രശ്നങ്ങളുടെ പുറകെ പോവുകയും ഡോക്ടർ ഹാരിസ്
ഹാരിസ് ഹസനെ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇതിൽ ആരോഗ്യവകുപ്പ് ഒരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ എടുത്തിട്ടില്ല. നിലവിൽ DME ഉൾപ്പെടെ പറയുന്നത് നിലവിലെ ഈ വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് കൈമാറും. ഇനി ആരോഗ്യവകുപ്പാണ് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നതാണ്. വിദഗ്ധ സമിതി പല ശുപാർശകളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ മാറ്റം വരുത്തേണ്ട പല കാര്യങ്ങളിലും ശുപാർശ നൽകിയിരുന്നു. പക്ഷേ ആ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇതുവരെയും മാറ്റവും വന്നിട്ടില്ല. ഹാരിസ് ഹസനെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ ഉണ്ടാകുന്നു എന്നതൊഴിച്ചാൽ മറ്റ് മാറ്റങ്ങൾ ഒന്നും തന്നെ അവിടെ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുജ, നേരത്തെ നൽകിയ അവധി അപേക്ഷ പ്രകാരം ഈ 8-ാം തീയതി വരെയാണ് അദ്ദേഹം ലീവിന് അപേക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്, ഒപ്പം ഞായറാഴ്ച. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും ഡോക്ടർ ഹാരിസ് ഹസൻ ജോലിയിൽ പ്രവേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹം നിലവിലില്ല. അദ്ദേഹം ഈ ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് ലീവ് എടുത്തു എന്നതാണ് പറയുന്നത്. ഒപ്പം കാരണം കാണിക്കൽ നോട്ടീസിനും ഡോക്ടർ ഹാരിസ് ഹസൻ ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല. അതിന് സമയപരിധി നേരത്തെ നീട്ടി ചോദിച്ചിട്ടുണ്ട്. ഒപ്പം ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അദ്ദേഹം കാണണമെന്നൊരു ആവശ്യം അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരാവകാശ രേഖ മറ്റൊരാൾ മുഖേന ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മനസ്സിലായെങ്കിൽ മാത്രമേ ഈ തനിക്കെതിരായി ഉയർന്ന ആരോപണങ്ങളിൽ ഉൾപ്പെടെ മറുപടി നൽകാൻ അതിനിടെ ഇപ്പോൾ ഇദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നു. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം, കൂടാതെ KGM-CTA പ്രതികരണം, അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ പ്രതീഷ്. അവർ എന്താണ് പറയുന്നത്? ഇതിലൊക്കെ ഒരു സംശയമുണ്ട് എന്ന് തന്നെയാണോ അവർ ഉന്നയിക്കുന്നത്? അനുജ, ആദ്യഘട്ടത്തിൽ വലിയ പിന്തുണയൊന്നും തന്നെ ഡോക്ടർ ഹാരിസ് ഹസന് ഡോക്ടർമാരുടെ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ഇന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിൻ്റെ ഉൾപ്പെടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ശേഷം ഈ ഡോക്ടർ ഹാരിസ് ഹസന് വലിയ പിന്തുണയാണ് KGM-CTA ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉൾപ്പെടെ വ്യക്തതയില്ല എന്ന് KGM-CTA സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ നിലവിൽ നടക്കുന്ന വകുപ്പുതല അന്വേഷണത്തിൽ തൃപ്തമല്ല. അതുകൊണ്ട് വിശദമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് KGM-CTA ഉന്നയിക്കുന്നത്. ഇത് ഉൾപ്പെടെ അറിയിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിക്ക് ഇന്ന് കത്ത് നൽകും. മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതിന് ഇന്ന് ഈ സംഘടന യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിൽ തുടർ നടപടികളിലേക്ക് സംഘടന കടക്കുന്നത്. എന്തായാലും ഹാരിസ് ഹസനെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടായാൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന സൂചനയാണ് KGM-CTA നൽകുന്നത്. അതാണ്. ഇതിപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയത് രാവിലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടുമായിരുന്നു. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായതുമായി ബന്ധപ്പെട്ടായിരുന്നു അവർ ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം സംസാരിച്ചത്. പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ അല്പസമയം മുൻപ് KGM-CTA വാട്സാപ്പ് ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസ് ഹസന്റെ ഒരു വിശദീകരണ കുറിപ്പ് വന്നത്.